എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന വിരുന്നൊക്കെ കഴിഞ്ഞ ആനന്ദും ശ്രീദേവിയൊക്കെ വീട്ടിലേക്ക് വരുവാണ്. ധർമ്മം കടയിലേക്കും പോയി. ആരിനും ഇത്രയും വന്നിട്ടും ഉണ്ടായിരുന്നില്ല. അവര് പുറകെ വരുന്നുണ്ടായിരുന്നുള്ളൂ. അവര് ബൈക്കിനാണല്ലോ വരുന്നേ. പിന്നെ ബാലൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. ബാലൻ എന്ത് ചെയ്യുവാണ്, അൻസിനോട് പറഞ്ഞ് ഓരോ കണക്കുകളൊക്കെ കൂട്ടുവാണ്. കല്യാണത്തിന്റെ ചെലവുകളും കാര്യങ്ങളെല്ലാം കൂട്ടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുവാണ്. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് വന്നു. ഗോമതിയോട് ബാലൻ പറഞ്ഞു, കുറെ പൈസ ചെലവായിട്ടുണ്ടല്ലോ എന്ന് പറയണം. അനുശ്രീ കണക്ക് എഴുതുന്നുണ്ടപ്പം. അതെങ്ങനെയാ, നിങ്ങൾ ചുമ്മാ വെള്ളം പോലെ അങ്ങോട്ട് ഒഴുകി കളയുമില്ലായിരുന്നു പൈസയെന്ന് വെക്കും. അതെ, പൈസ ഞാൻ അനാവശ്യമായിട്ട് ചെലവാക്കിയിട്ടൊന്നുമില്ല. ആനന്ദിന്റെ കല്യാണം അതിഗംഭീരമാക്കണം തന്നെയായിരുന്നു ആഗ്രഹം. അതുകൊണ്ടാന്ന് പറയണം. ഇനിയിപ്പം അടുത്തെങ്കിലും പെട്ടെന്ന് കല്യാണമൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പം അനുശ്രീയുടെ കല്യാണം അല്ലേ ഉള്ളെന്ന് വെക്കാം. എന്നാലും അത്രയ്ക്കൊന്നും ചെലവേണ്ട കാര്യമില്ലായിരുന്നു. നമ്മുടെ വരവനുസരിച്ച് ചെലവാക്കിയ പോരായിരുന്നോ ബാലേട്ട എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ചെറിയ രീതി നടത്താൻ പറ്റുമോ? പോരാത്തിന് ഉദയഭാനു സാറിന്റെ വീട്ടുകാരൊക്കെ അത്ര ഹൈ ലെവലിൽ നിൽക്കുന്നു. നമ്മൾ ഇത്തിരിയെങ്കിലും നല്ല രീതിയിൽ നടത്തണ്ട. അതുകൊണ്ടല്ലേ നമ്മൾ അത്ര ഗ്രാൻഡ് ആയിട്ട് നടത്തിയെന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല, ഇതുവരെയായിട്ടും മിത്രനെ ആരും കണ്ടല്ലോ. അവരിത് എതിലേ പോയെന്ന് ചോദിക്കുകയാണ് ഗോമതി. ആർക്കറിയാം എതിലേ പോയെന്ന്. എവിടെയെങ്കിലൊക്കെ കറങ്ങി തിരിച്ചു വരാനായിരിക്കും എന്നൊക്കെ പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീദേവി പായസം കൊണ്ടുവരുവാണ്. പിന്നീട് ശ്രീദേവി പറഞ്ഞത് വീട്ടിൽ അമ്മ ഉണ്ടാക്കിയതാ, ഞങ്ങൾ വിരുന്നിന് ചെന്നപ്പം അപ്പൊ കുറച്ച് തന്നു വിട്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുക. അങ്ങനെ ബാലന് കൊടുത്തു. ബാലന് ഇത്തിരി കുടിച്ചു. ആ, സൂപ്പർ, എന്താ ടേസ്റ്റ്! ഇത്ര നല്ല ടേസ്റ്റുള്ള പായസം ഒന്നും ഇതിനു മുമ്പ് ഞാൻ കുടിച്ചിട്ടില്ലെന്ന് പറയാം. അപ്പൊ മോള് മാത്രല്ല, മോളുടെ അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യം ഉണ്ടല്ലേന്ന് ചോദിക്കുക. ഗോമതിയുടെ മുഖം കടന്നല കുത്തിയവലെയാപ്പി. താൻ എന്ത് കൊണ്ടേ കൊടുത്താലും ഇപ്പൊ ബാലേട്ടന് ഇഷ്ടപ്പെടുന്നില്ല. ശ്രീദേവി വന്നിട്ട് 2 ദിവസമായുള്ളൂ. അപ്പോഴേക്ക് ശ്രീദേവി എന്ത് കൊണ്ടേ കൊടുത്താലും ബാലേട്ടൻ അത് അമൃത് പോലെയാണ്. ആ സമയം അനുസരി ഗോമതിനെ നോക്കി ആക്കിയുള്ളൊരു ചിരിയിരിക്കുകയാണ്. ഇത്രയും നാള് അമ്മയുടെ ഫുഡിന് അച്ഛന് സ്തുതി പാടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ്ടേ പുതിയ മരുമോള് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരുണ്ടാക്കുന്ന ഫുഡിനൊക്കെയാണ്. പോരാത്തിന് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പായസത്തിന് വരെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയണം. പിന്നീട് ഗോമതി ചോദിച്ചു, ഗോമതി കുടിച്ചില്ലേന്ന് ചോദിക്കാം. കുടിച്ചു, ടേസ്റ്റ് ഇല്ലെന്ന് ചോദിക്കാം. കുഴപ്പമില്ലാന്ന് പറയണം. പിന്നീട് ശ്രീദേവി പറഞ്ഞു, അമ്മയ്ക്കും അനുസരിക്കും ഒക്കെ ഞാൻ കൊടുത്തായിരുന്നു അച്ഛാന്ന് പറയണം. ആ സമയത്ത് അനുസരിച്ച് പറഞ്ഞു, അല്ല ഇതുവരെയായിട്ടും ആരും ചേട്ടനും മിത്രേച്ചും വന്നില്ലല്ലോ എന്ന് പറയണം. അവര് നിങ്ങളൊപ്പം തന്നെ പോന്നില്ലേന്ന് ശ്രീദേവിയുടെ ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ശ്രീദേവി വെച്ചു, അവര് പോന്നായിരുന്നല്ലോ എന്ന് പറയണം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പത്തിന് ആര്യനും മിത്രയും കൂടെ അങ്ങോട്ട് വരുന്നത്. മിത്രയ്ക്ക് വയ്യായിരുന്നു. മിത്ര ഭയങ്കര ക്ഷീണിതയായിട്ട് അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് ഗോമതി ചോദിച്ചു, എന്താ മോളെ, എന്ത് പറ്റിയെന്ന് ചോദിക്കാം. ആര്യൻ കയ്യിലൊക്കെ പിടിച്ചോണ്ട് വരുന്നത്. അത് പിന്നെ അവൾക്ക് ഒരു തലകറക്കം വന്നു പറയണം. തലകറക്കോ, അതെന്ത് പറ്റിയെന്ന് ചോദിക്കാം. പെട്ടെന്ന് മിത്ര പറഞ്ഞു, അത് പിന്നെ കുറെ വെയില് കൊണ്ടില്ലേ, ബൈക്കിലിരുന്നല്ലേ പോന്നേ, അങ്ങോട്ടും ഇങ്ങോട്ടും വെയിലും കൊണ്ട് യാത്ര ചെയ്ത് കഴിഞ്ഞത്തേനും അപ്പൊ അതിന്റെ ഞാൻ തോന്നുന്നു പറയണം. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, നിനക്കെന്താടാ, നിന്റെ ഭാര്യനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, നിനക്ക് ഒട്ടും അറിയത്തില്ല എന്ന് ചോദിക്കുകയാണ്. നീ എവിടെ ചുറ്റിക്കറങ്ങാൻ പോയെന്ന് ചോദിക്കുകയാണ് ഇവളെയും കൊണ്ട്. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, ഒരിടത്തും ചുറ്റിക്കറങ്ങാൻ പോയതല്ല അച്ഛാ, വരുന്ന വഴിക്ക് ബൈക്കിന്ന് കേടായെന്ന് പറയണേ. ബൈക്ക് കേടായോ? അതെ. അപ്പൊ അവിടെ തണലൊന്നും ഇല്ലായിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇവൾക്ക് സ്ഥലം ഇറങ്ങിയെന്ന് പറയണം. അതുകൊണ്ട് ഞാൻ ഇവിടെയും കൊണ്ട് ഇങ്ങോട്ട് പോന്നെന്ന് പറയണം. ഒരു ഓട്ടോറിക്ഷ കയറ്റി ഇങ്ങോട്ട് പോന്നെന്ന് പറയണം. ഈ സമയം ബാലിച്ചു, അല്ല അപ്പം ബൈക്ക് എന്തെന്ന് ചോദിക്കുകയാണ്. ബൈക്ക് അവിടെ വെച്ചിട്ട് പോന്നു. പിന്നെ കേടായി ബൈക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന അവസ്ഥയാണോ? ഒന്നാമത്തെ കാര്യം ഇവൾക്ക് മേലായിരുന്നെന്ന് പറയണം. ഈ സമയം ഗോമതി പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യുക, മോള് മുറിയിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറയണം. അങ്ങനെ മിത്രനും കൂടെ മുറിയിലേക്ക് എന്തെങ്കിപ്പത്തിനും അനുസരിയാ കുടിച്ചെന്നു. ഈ സമയം ഗോമതി ചോദിച്ചു, മോൾക്ക് ബാം എന്തേലും പുരട്ടി തരണമെന്ന് ചോദിക്കുക. വേണ്ടമ്മേ, ഇവിടെ ബാമും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടെന്ന് പറയണം. ആ സമയം ശ്രീദേവി പറഞ്ഞൊരു കാര്യം ചെയ്യാം, വേണമെങ്കിൽ ഞാൻ മുറി ബാമിരിപ്പുണ്ട്, അത് വേണം ഞാൻ കൊണ്ടു തേച്ചു തരാം. വീട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മ തന്നു വിട്ടാന്ന് പറയണം. പെട്ടെന്ന് മിത്ര പറഞ്ഞു, അതിന്റെ കാര്യമൊന്നുമില്ല ശ്രീദേവി എടുത്തി, ഇത് കുറച്ചാലും കിടന്നു കഴിയുമ്പോഴത്തേനും റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേനും കുറഞ്ഞോളും. എനിക്കതങ്ങ് അധികം വെയിലൊന്നും കൊള്ളാൻ പറ്റില്ല. വെയിൽ കൊണ്ട് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് തല ഇറങ്ങുമെന്ന് പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് ശ്രീദേവി ഇങ്ങോട്ട് ഗോമതിയും കൂടെ ഇങ്ങോട്ട് പോരുവാണ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് മിത്രയോട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ആരിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടാ, നീ എന്ത് വിശ്വസിച്ചടാ ബൈക്കൊക്കെ അവിടെ വെച്ചിട്ട് പോന്നേന്ന് ചോദിക്കാം. അത് പിന്നെ അച്ഛാ, മിത്രയ്ക്ക് വയ്യാതെ വന്നു കഴിയുമ്പോഴത്തേനും എനിക്ക് പിന്നെ ബൈക്ക് നോക്കി അവിടെ ഇരിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. അല്ലെങ്കിലും നിനക്ക് അവിടെ ഒരു ഓട്ടോ കയറ്റി വിട്ടാൽ പോരായിരുന്നോ? എന്നിട്ട് നിനക്ക് ആ ബൈക്ക് നന്നായിക്കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ പോരായിരുന്നു ചോദിക്കുക. ഗോമതി പറഞ്ഞു, എന്ത് വർത്താനാ ബാലേട്ട പറയണേ, മിത്രയ്ക്ക് വയ്യാതിരിക്കുമ്പോ അങ്ങനെയാണോ ചെയ്യണേന്ന് ചോദിക്കുക. ഇതകത്ത് നിന്ന് കേട്ട് മിത്രയ്ക്ക് ആ പാടെ സങ്കടമായിപ്പോയി. കാരണം അച്ഛൻ ആരിനെ ചീത്ത പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം ആരും പാവാ, താൻ കാരണമുള്ള അവൻ ചീത്ത വെക്കുന്ന ഓർത്ത് കഴിഞ്ഞപ്പോൾ അതിനേക്കാളും വലിയ സങ്കടം ഉണ്ടായി. ആ സമയത്ത് ആര്യം പറഞ്ഞു, അച്ഛാ ബൈക്ക് ഇപ്പൊ ആരും എടുത്തോണ്ട് പോകാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. നിനക്കത് പറയാം, അല്ലേലും നിനക്ക് എന്ത് കാര്യത്തിനും ഒരു ചൂടുള്ളത്.
ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പെണ്ണുമ്പിള്ളയുടെ വീട്ടിൽ നിന്ന് തന്ന 100-101 പവൻ സ്വർണം കൊണ്ടേ വിഴുങ്ങിയിട്ട് അവൻ ഇരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യം പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുവാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്രീദേവി നിൽക്കുന്നുണ്ടായിരുന്നു. ഗോമതിക്കാണ് ആകെപ്പാടെ ടെൻഷനായിപ്പോയി. തന്റെ മുന്നിൽ വെച്ചാണ് ആര്യനെ കുറ്റപ്പെടുത്തുന്നത്. അതിലേക്കാളുപരി ശ്രീദേവി ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക. അപ്പൊ ശ്രീദേവി കേട്ടിട്ടുണ്ടെങ്കിൽ ശ്രീദേവി ആ രീതിയിലുള്ള ആര്യനെ ഇനി കാണുള്ളൂ. കാരണം ബാലേട്ടൻ ഇങ്ങനെ കിടന്ന് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളുപരി മിത്രയ്ക്ക് ഭയങ്കര വിഷമമായി. മിത്രയുടെ അനുസരി പറഞ്ഞു, ചേച്ചി വിഷമിക്കണ്ട, അച്ഛന്റെ സ്വഭാവം അറിയാവുന്നല്ലേന്ന് ചോദിക്കുകയാണ്. എന്നാലും ഇപ്പൊ തന്നെ കണ്ടില്ലേ, ശ്രീദേവിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ? പറഞ്ഞപ്പോ ശ്രീദേവി ചേച്ചി ആ രീതിയിലല്ലേ കാണുള്ളൂ. എനിക്ക് അതൊക്കെ ഓർത്തുമ്പോൾ നല്ല സങ്കടമാണ്. അച്ഛനിത് എന്തു ഭാവിച്ചാന്നൊക്കെ പറയണം. ആ സമയത്ത് അനുസരിച്ച് പറഞ്ഞു, ചേച്ചി വിഷമിക്കാതിരിക്കുക, സങ്കടപ്പെടണ്ട, ഇനിയിപ്പോ തലകറക്കോ തലവേനയൊന്നും കൂട്ടണ്ടെന്ന് പറയണം. ആ സമയത്ത് ഗോമതി പറഞ്ഞു, മോനെ ആര്യ, നീ ഒരു കാര്യം ചെയ്യുക, നീ ബൈക്കിന്റെ അടുത്തേക്ക് ചെല്ല. ഇനി ആരെയും പണിക്കാരെയെല്ലാം കൂട്ടിക്കൊണ്ട് വണ്ടി പണിയുന്ന ആരെയും കൂട്ടി ആ റിപ്പയർ ചെയ്ത് എടുത്തോണ്ട് ഞാൻ പറയണം. അങ്ങനെ ആരിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. ഈ സമയത്ത് ബാലൻ പറഞ്ഞു, എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്ന ഒരാൾ നീയാ, നീ കാരണം ഇപ്പൊ എല്ലാം സംഭവിച്ചിരിക്കുന്നത്. തെറ്റ് ചെയ്താൽ തെറ്റ് കണ്ട തെറ്റാന്ന് പറയണം. വല്ലയിടത്തുമൊക്കെ വണ്ടി ഇട്ടിട്ട് ഇങ്ങോട്ട് പോരാൻ കൊള്ളാവോ എന്നൊക്കെ പറയണം. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, അത് പിന്നെ ബാലേട്ടാ, ആ സമയത്ത് അവന് അങ്ങനെയല്ലേ ചെയ്യാൻ തോന്നുള്ളൂ. നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. വണ്ടിയും കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കാൻ പറ്റുമോ? ഭാര്യയ്ക്കൊരു അസുഖം വന്നു കഴിയുമ്പോഴത്തേനും ഭാര്യനെ എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുവരാനല്ലേ നോക്കോളം എന്നൊക്കെ പറയണം. അതിന് അവൾക്ക് അസുഖമാണെങ്കിൽ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ബാലൻ പറയണം. ഇത് കേട്ട് ശ്രീദേവി പറഞ്ഞു, അത് ശരിയാ അച്ഛൻ പറഞ്ഞെന്ന് പറയാം. ഗോമതിക്ക് മനസ്സിലായി ബാലൻ ഒത്താശ പാടുമെന്ന് ശ്രീദേവിന്ന്. പെട്ടെന്ന് ശ്രീദേവിയോട് ചോദിച്ചു, അല്ല ആനന്ദ മുറിയിലില്ലേ നിൽക്കുണ്ട്, പിന്നെ എന്തിനാ മോള് ഇവിടെ വന്നിരിക്കുന്നത്? അല്ല എന്തേലും പണി? അതെ, ഇനി ഇപ്പൊ തൽക്കാലത്തേക്ക് പണിയൊന്നുമില്ല, മോള് മുറിയിലേക്ക് ചെല്ലാൻ പറയണം. അങ്ങനെ ശ്രീദേവിയുടെ പറഞ്ഞു വിടുകയാണ്. മനസ്സില്ലാ മനസ്സോടെ ശ്രീദേവി അങ്ങോട്ടേക്ക് പോകുന്നേ. ഈ സമയം ബാലന്റെ അടുത്ത് പറഞ്ഞു, ബാലേട്ടാ എന്ത് പരിപാടിയെ കാണിക്കണേന്ന് ചോദിക്കുക. എന്ത്? ശ്രീദേവിയുടെ മുന്നിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ പറയണേ. ശ്രീദേവി എന്ത് വിചാരിച്ചു കാണും? പിന്നെ എന്ത് വിചാരിച്ച എന്താ കുഴപ്പം? എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയണം. എന്നാലും ബാലേട്ടാ, ആരിനെ കുറിച്ച് അവളുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് ചിന്ത കയറി വരുവല്ലേ? ബാലേട്ടൻ എപ്പോഴും ഇങ്ങനെ അവനെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതത്ര ശരിയായ കാര്യമൊന്നും അല്ലെന്ന് പറയാം. എനിക്ക് മനസ്സിലായി നീ ശ്രീദേവിനെ പറഞ്ഞു വിട്ടപ്പോ തന്നെ ഇങ്ങനെ എന്തേലും എന്നോട് പറയാനായിരിക്കുന്നു. ഞാൻ പറയാനുള്ള പറഞ്ഞു, പക്ഷെ ആരിനെ ബാലേട്ടനെ ഇനി കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറയണം. പിന്നീട് മീനാക്ഷി ഓഫീസിലിരിക്കുകയാണ്. അപ്പോൾ ഓഫീസിലിരിക്കുന്ന സമയത്ത് വൈകുന്നേരം ആകാശ് വരാന്നാ പറഞ്ഞേ. ആകാശ് വന്ന് റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടാ ഫുഡൊക്കെ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് സമയം കൂടെ ഉണ്ട്. പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കാമെന്ന് കരുതി മീനാക്ഷി ജോലിയൊക്കെ ചെയ്യുവാണ്. ആ സമയത്ത് ധർമ്മനോട് ആകാശ് പറഞ്ഞു, അത് മാമ വൈകുന്നേരം എനിക്കൊരു ജോലി ഉണ്ടെന്ന് പറയണേ. എന്ത് ജോലി? അതെ, ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കാര്യം. എന്ത് സീരിയസ് ആയിട്ട് നീ കാര്യം എന്താന്ന് പറ. അപ്പോഴേക്ക് രാമേട്ടൻ പറഞ്ഞു, എന്താടാ ഇത്ര സീരിയസ് ആയിട്ടുള്ള കാര്യം? എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയണം. എങ്ങോട്ട്? ധർമ്മം ചോദിച്ചു. എങ്ങോട്ടോ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടല്ലോ, അത് വേറൊരിടത്തേക്കുമല്ല, എനിക്കും മീനാക്ഷി കൂടെ പുറത്തൊന്ന് കറങ്ങാനെന്ന് പറയാം. പുറത്ത് കറങ്ങാൻ എവിടെ? സിനിമ കാണാനാണെന്ന് രാമേട്ടൻ ചോദിക്കുക. സിനിമ കാണാനൊന്നും അല്ല, അതിനുള്ള സമയമൊന്നും ഇല്ലാന്ന് പറയണേ. അച്ഛൻ വരുമ്പം മാമൻ എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് പറയണ. അച്ഛൻ വന്നു കഴിയുമ്പത്തേനും ഞാൻ എങ്ങോട്ടേലും പോയതാന്നോ അല്ലെ എന്റെ അത്യാവശ്യത്തിന് പോയതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയണ. ആഹാ, അത് കൊള്ളാലോ, അപ്പൊ നിന്നെ ഞാൻ രക്ഷിക്കണമല്ലേ? അല്ല പുറത്തു പോകുന്ന എന്തിനാന്ന് പറ. അത് പിന്നെ പുറത്തുനിന്ന് പോയി ഒന്ന് ഫുഡൊക്കെ ഒന്ന് കഴിക്കാനാ. മീനാക്ഷിയോട് ഞാൻ രാവിലെ കൊണ്ടുവിട്ടും പറഞ്ഞായിരുന്നു വൈകുന്നേരം നമുക്ക് പുറത്തു പോകാം. അമ്പടാ, അപ്പൊ അതാ നിന്റെ ഉദ്ദേശമില്ലേ? അതെ, ഇങ്ങനെ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ എനിക്കെന്താ ഗുണമിരിക്കുന്നേ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ മാമന്റെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ മാമന്റെ ഭാര്യയായിട്ട് പുറത്തു പോകാനായിട്ട് മാമനെ അവസരം ഉണ്ടാക്കി തരാന്ന് പറയണം. ആണോ? സമ്മതിച്ചല്ലോ. സമ്മതിച്ചു എന്ന് പറയാണ്. ആകാശ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് രാമേട്ടൻ ചിരിക്കുക. രാമേട്ടൻ പറഞ്ഞു, മോൻ പോയിട്ട് പോരെ, ഞാൻ ബാലൻ വരുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാന്ന് പറയണ. ആ സമയത്ത് കൃത്യം ബാലൻ അങ്ങോട്ടേക്ക് ചെന്നു, കടയിലേക്ക് ചെല്ലുവാണ്. ആ സമയത്തേനും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം പറഞ്ഞു, ഇതേ അളിയും വരുന്നുണ്ടെന്ന് പറയും. എല്ലാം തീർന്നു, നിന്റെ പോക്കും മുടങ്ങിയുടെ മോനെ, ഇന്ന് നീ ഇവിടെ ഇരിക്കുള്ളൂ, കടയിൽ ഇന്ന് പലചരക്ക് സാധനങ്ങൾ എടുത്തു കൊടുത്തോണ്ടിരിക്കുള്ളൂ എന്ന് പറയണം. ആകാശന് ആ പാട്ട് ടെൻഷനായിപ്പോയി. ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആകെപ്പാടെ ഒരു പ്രതീക്ഷയായിരുന്നു. അച്ഛൻ വന്നാൽ ഇനിയിപ്പോ വിടുവെന്നും തോന്നില്ല. പിന്നെ ബാലൻ അങ്ങോട്ട് കടയിലേക്ക് വന്നിട്ട് ചെല്ലാൻ എന്തായാലും ഇങ്ങനെ നിൽക്കണമെന്ന് ചോദിക്കണം. പെട്ടെന്ന് ധർമ്മനൊക്കെ ഓരോ ജോലികൾ ചെയ്യാൻ തുടങ്ങി. പിന്നീട് ബാലൻ ചോദിച്ചു, കുറെ ഡെലിവറിയുടെ കാര്യമൊക്കെ ചോദിക്കണം, അതൊക്കെ കൊടുത്തോ എന്നൊക്കെ ചോദിക്കണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം പറഞ്ഞു കൊടുത്തെന്ന് പറയാണ്. അല്ല ഇനി കൊടുക്കാനുള്ളോ? അങ്ങനെ 2-3 പേരുടെ ലിസ്റ്റും കൂടെ പറഞ്ഞപ്പോൾ ധർമ്മം പറഞ്ഞു, എനിക്ക് 2 കൈയല്ലോ ഉള്ളെന്ന് ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാമേട്ടൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഡെലിവറി ഒന്നും കൊടുക്കാൻ പോകാറില്ലല്ലോ എന്ന് പറയാം. ഈ സമയം ആകാശം നിൽക്കുന്നുണ്ടപ്പോൾ ചോദിച്ചു, നിനക്ക് പിന്നെ എന്താണ് ജോലി ഇവിടെ? നിനക്കത് കൊണ്ടേ കൊടുത്താൽ എന്തായിരുന്നു കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. ആകാശന് എന്ത് മറുപടി പറയണം നടത്തില്ല. ആകാശം വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. പിന്നീട് രാമേട്ടൻ പറഞ്ഞു, അതെ ആകാശ് പുറത്തു വരെ പോകാൻ നിൽക്കുകയെന്ന് പറയണം. പുറത്ത് പോകാനായിട്ടോ? എന്തിനാ? ഈ സമയം ആകാശ് പറഞ്ഞു, അത് പിന്നെ അച്ഛാ എനിക്കൊന്ന് പുറത്ത് പോകണം. നീ പുറത്ത് പോകുന്നത് എന്തിനാ? മീനാക്ഷി അടുത്ത് വരെയാന്ന് പറയണേ. എന്താ അവളെ വീട്ടിൽ കൊണ്ടു വിടാൻ പോകുന്നതാണോ?
അല്ല, ഒരു 2 മണിക്കൂർ സമയം എനിക്ക് വേണമെന്ന് പറയണ. 2 മണിക്കൂറോ? അവളെ വീട്ടിൽ കൊണ്ട് വിടാനായിട്ട് ഒരു 15 മിനിറ്റ് പോരേടാ, വീട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വരാനായിട്ട്. അതിന് നിൽക്കുന്നതിനാണ് 2 മണിക്കൂറെന്ന് ചോദിക്കുക. അത് പിന്നെ അവളുടെ ഓഫീസിൽ പോയി കൂട്ടിക്കൊണ്ട് എനിക്ക് പുറത്തു പോകണം എന്ന് പറയണ. ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു, അവർക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാൻ അളിയാന്ന് പറയണം. ഓഹോ, അതെന്താടാ ആകാശ, വീട്ടിൽ ഫുഡൊന്നും ഇല്ലെന്ന് ചോദിക്കുക. ഉണ്ട്, പിന്നെ എന്താടാ പുറത്തുനിന്ന് കഴിക്കണമെന്ന് ചോദിക്കുക. അത് പിന്നെ അച്ഛ, ഓ, ഇവിടെ ഇത്രയ്ക്ക് ജോലി കിടക്കുമ്പോൾ 2-3 ദിവസം കടയിലാണെങ്കിൽ ഇവിടെ ആരും ഇല്ലായിരുന്നു, രാമേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം കട അടച്ചിട്ടു. അപ്പൊ 100 കൂടെ ജോലി കൊടുക്കുക, ഡെലിവറി കൊടുക്കാനുള്ളവരുടെ, പൈസ മേടിക്കാനുള്ളവരും പിന്നെ പൈസ കൊടുക്കാനുള്ളവരും, ഡീലേഴ്സിനൊക്കെ. അങ്ങനെ ജോലി കിടക്കുമ്പോഴാണോ നീ ഭാര്യ ഒത്തി ചുറ്റി അടിക്കാണ്ട് പോന്നേ? അത് നടക്കുമല്ലെന്ന് പറയാണ്. ഇത് കേട്ടതും ഭയങ്കര സങ്കടമായിപ്പോയി ആകാശിന്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകാശ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന ഇപ്പൊ രാമേട്ടൻ പറഞ്ഞു പോയിട്ട് വരട്ടെ എന്ന് പറയണം. എന്താ രാമേട്ടായി പറയണേ? അവൻ പോയിട്ടുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത്? പെട്ടെന്ന് പോയി ജോലി ചെയ്യാൻ പറയാണ്. ഇത് കേട്ടപ്പം ഭയങ്കര വിഷമമായി പോയി ആകാശിന് മനസ്സിലായി ഇവിടുന്ന് പോക്ക് നടക്കില്ലെന്നുള്ള കാര്യം. എങ്ങനെ പോകണമെന്ന് പോലും അറിയത്തില്ല. ഈ സമയം ധർമ്മം വന്നിട്ട് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആളെയെ സമ്മതിക്കില്ല എന്നുള്ളേ, ഇനിയിപ്പോ എന്തേലും മാർഗം കണ്ടെത്തിയാൽ മതിയാവുള്ളെന്ന് പറയാണ്. പിന്നീട് മീനാക്ഷി ഇങ്ങനെ ഓഫീസിലിരിക്കുക. അപ്പം ആര്യം വരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞ് ഇതായിട്ടും വന്നിട്ടില്ല. അപ്പൊ അവിടുത്തെ പ്യൂണിനോട് പറഞ്ഞു, അതേ കുറച്ച് കഴിഞ്ഞിട്ട് പോകട്ടോ എന്ന് പറയണ്ട. ശരി ശരി, ഞാൻ ഇവിടെ കൂട്ടി നിൽക്കാം, ഓഫീസൊക്കെ അടച്ചു പൂട്ടണമല്ലോ, എല്ലാം ചെയ്യണമല്ലോ. അപ്പൊ മീനാക്ഷി ഇരിക്കുന്നോണ്ട് അങ്ങനെ പോകാനും പറ്റില്ലല്ലോ. പിന്നീട് മീനാക്ഷി പറഞ്ഞു, ഒരു 10 മിനിറ്റ് കൂടെ നോക്കാം, അതിനുശേഷം ഇല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് വന്നില്ലെങ്കിൽ ഞാൻ പോവാന്ന് പറയണ, ബസ്സിനേറി പോയിക്കോളാം എന്നൊക്കെ പറയണ. അത് കേട്ടപ്പോഴത്തേനും അയാൾ പറഞ്ഞു, ശരി എന്നാ മോളെ ഇവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങ് പുറത്തേക്ക് പോവാണ്. ഈ സമയം ആകാശ് ആ പാട്ട് ടെൻഷനില്ല. മീനാക്ഷി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മീനാക്ഷിക്കാണെങ്കിൽ അത് അതിനേക്കാളും ഒരു വെപ്രാളമായിപ്പോയി. ആകാശ് തന്നെ കഴിഞ്ഞ ദിവസത്തെ പോലെ പറ്റിക്കുവാണോ എന്നൊരു ചിന്തയൊക്കെ വന്നു. അങ്ങനെ എന്തേലും ആണ്, എന്ത് ചെയ്യണമെന്ന് പോലും മീനാക്ഷിക്ക് അറിയത്തില്ല തോന്നുന്നു. ഇനി കടയിൽ തിരക്കായിട്ട് ഇനിയിപ്പോൾ അച്ഛൻ വിടാത്താണോ, അതൊക്കെ ഓർത്ത് മീനാക്ഷി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.